എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചപ്പാത്തിക്ക് പറ്റിയൊരു കൂട്ടാൻ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് തുമരപ്പയറാണ്. എൻ്റെ വീട്ടിലുണ്ടായ തുമര ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത തുമരപ്പയറാണ്. പിന്നീട് വഴുതനങ്ങ, സവാള ഒരെണ്ണം മീഡിയം സൈസ് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു ചെറിയ തക്കാളി, ഒരു 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ വേണം. മല്ലിയിലയും വേണം ലാസ്റ്റിൽ. പിന്നീട് നമുക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്ക് ആദ്യമേ എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. നമ്മുടെ ചീനച്ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി, ജീരകം ഇട്ട് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ കറികൾക്ക് സാധാരണ അവര് ജീരകമാണ് കടുകിന് പകരം പൊട്ടിക്കുന്നത്. നമ്മളാണ് കടുക് പൊട്ടിച്ചാണ് കൂട്ടാൻ തയ്യാറാക്കുന്നത്. അവര് ജീരകമാണ് ഇതുപോലൊക്കെ ചൂടാക്കി എടുക്കുന്നത്. ജീരകം ഒന്ന് മൂത്ത് വരട്ടെ. ജീരകം നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. ഓരോരുടെ എരിവിൻ്റെ ആവശ്യമനുസരിച്ച് ഒരെണ്ണം എടുക്കാം, 3 കൂടുതലും എടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നുണ്ട്. ഒരുപാടൊന്നും മൂത്ത് വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തുമരപ്പറ്റി ഇട്ട് കൊടുക്കാം. തുമരപ്പരിപ്പ് നമുക്കൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ചച്ചുവ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ തുമരപ്പയർ എന്തായെന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനിയും മുളക് പൊടി, ഈ സ്പൂണിന് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി അതും ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ കൂടുതൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം, പക്ഷെ ഞാൻ ഇത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരും. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയുടെ എല്ലാം പച്ചമണം മാറി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിക്കായും ഈ വഴുതനങ്ങായും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ആവിയിൽ വേറുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇനി തക്കാളിക്കായും വഴുതനങ്ങായും ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നതിനായിട്ട് നമുക്ക് തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് വിട്ടുപോയി, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം.
ഇനി ഇരുന്ന് ലോ ഫ്ലെയിമിൽ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ വഴുതനങ്ങയൊക്കെ വാടിയോ നമുക്കൊന്ന് നോക്കാം. വഴുതനങ്ങയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നതിന് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിച്ചില്ല, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങ് അടച്ചു വെക്കാമേ. ഇനി വാങ്ങാൻ നേരത്ത് നമുക്ക് സ്വല്പം ഗരം മസാലയൊക്കെ ഇട്ട് മല്ലിയില ഇട്ട് വാങ്ങിയെടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് കുഴഞ്ഞ പരുവത്തിലാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കൂട്ടാൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ചാറൊക്കെ പറ്റി നമ്മുടെ കൂട്ടാൻ്റെ ചാറൊക്കെ പറ്റി. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിന് ഒരു 3/4 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് പാകമാണെങ്കിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് ചാറ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചാറ് വെക്കാം. കൂടുതൽ ഡ്രൈ ആവേണ്ടവർക്ക് കൂടുതൽ വെള്ളവും കൂടെ പറ്റിച്ച് കഴിഞ്ഞ് ഡ്രൈ ആക്കി എടുക്കാം. ഞാനൊരു മീഡിയം പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് നല്ല പാകത്തിനുണ്ട്, എരിവും ഒന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ്. ഞാൻ ഇത് ഇന്ന് പച്ചരിച്ചോറിൻ്റെയും ഫുൽക്ക ചപ്പാത്തിയുടെയും കൂടെയാണ് കഴിക്കുന്നത്. വിളമ്പാൻ നേരത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് വിളമ്പി കാണാം. നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തുമരപ്പയറും വഴുതനങ്ങയും കൊണ്ടുള്ള കൂട്ടാന് തയ്യാറായി. വളരെ ടേസ്റ്റിയാണ്. തുമരപ്പയർ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അഥവാ തുമരപ്പയർ കിട്ടിയില്ലെങ്കിൽ ഗ്രീൻ പീസ് പച്ചക്കുള്ളത് കിട്ടുവാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യസ്തമാണെങ്കിലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ടേസ്റ്റ് കിട്ടും. ഇന്ന് ഞങ്ങൾക്ക് ലഞ്ചിന് പച്ചരിച്ചോറുണ്ട്. പച്ചരിച്ചോറെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീരകശാല അരി കൊണ്ടുണ്ടാക്കിയ ചോറ്, ചപ്പാത്തി എണ്ണയും നെയ്യും ഒന്നും ഉപയോഗിക്കാതെ ഫുൽക്ക റൊട്ടിയായിട്ട് ഉണ്ടാക്കിയത്, പണ്ണിമാങ്ങ അച്ചാറ്, തുമരപ്പയറും വഴുതനങ്ങയും കൊണ്ടുള്ള കൂട്ടാന്, കട്ടത്തൈര്. ഇത്രയുമാണ് ഞങ്ങൾക്ക് ഉച്ചക്കലത്തെ ലഞ്ചിന്.